സാധാരണയായി പലരും പറഞ്ഞു വരുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ദൈവം ഞങ്ങളെ വലിയ കഷ്ടപ്പാടിലൂടെ കടത്തിവിടുന്നു, ദൈവം ഞങ്ങളുടെ കുടുംബത്തോട് ക്രൂരത കാട്ടി, ദൈവം ശിക്ഷിച്ചു, അടിച്ചു. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ മനുഷ്യൻ പൊതുവെ പറയുന്ന ഒരു കാര്യമാണ്, ദൈവമാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. ദൈവം അറിയുന്നില്ലേ, ദൈവം ഉണ്ടെങ്കിൽ എനിക്കിങ്ങനെയൊക്കെ വരുമായിരുന്നു. പ്രിയപ്പെട്ട ഒരു വാക്യം നിങ്ങളുടെ മുമ്പിൽ പറയാം. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം 38-ാം വാക്യത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്. നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാചു ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. ഇവിടെ ഈ വാക്യം പറയുകയാണ്, യേശുവിനെ ദൈവം ലോകത്തിലേക്ക് അയക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ദൈവം അവൻ്റെ കൂടെ, യേശുവിൻ്റെ കൂടെ ഇരുന്നു. എന്തിനാ? നന്മ ചെയ്യുവാൻ. നന്മ ചെയ്യുവാൻ. യേശു നന്മയല്ലാതെ ഒരു തിന്മയും യേശു ചെയ്തിട്ടില്ല. അടയാളങ്ങളുടെ ആരംഭമായി കനാവിലെ കല്യാണ വീട്ടിൽ യേശു ചെയ്തത് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ടൊരു വലിയ നന്മയാണ്. ശൂന്യമായി കിടന്ന പടകിൻ്റെ അടുക്കൽ ചെന്ന് പത്രോസിൻ്റെ പടകിൽ കയറി ആ പടകിനെയും വീടിനെയും നിറച്ചത് നന്മയാണ്. നേരത്തെ വിധവയായിപ്പോയ ഒരു സ്ത്രീക്ക് തൻ്റെ ഏക മകനും കൂടെ നഷ്ടപ്പെട്ടപ്പോൾ ആ ശവമഞ്ചത്തിൽ തൊട്ട് ആ കുഞ്ഞിനെ ഉയർപ്പിച്ച് അമ്മയുടെ കരങ്ങളിൽ കൊടുത്തത് ഒരു വലിയ നന്മയാണ്. കുരുടനെ തൊട്ടതും ചെകിടിനെ തൊട്ടതും സൗഖ്യമാക്കിയതും നന്മയാണ്. 3 ദിവസമായി വിശന്നിരുന്ന മരുഭൂമിയിൽ പെട്ടുപോയ തൻ്റെ ജനത്തിൻ്റെ വിശപ്പറഞ്ഞ് അവർക്ക് ആഹാരം കൊടുത്തത് നന്മയാണ്. കർത്താവിൻ്റെ 3.5 വർഷത്തെ ശുശ്രൂഷയുടെ ഇടയിൽ യേശു എങ്ങും തിന്മ ചെയ്തതായി നാം കാണുന്നില്ല. ഗെത്സമേന തോട്ടത്തിൽ തന്നെ പിടിക്കുവാൻ വന്ന പടയാളികൾ കുന്തവും ആയുധങ്ങളുമായി പിടിക്കാൻ വന്ന പടയാളികളുടെ അടുക്കൽ പത്രോസ് വാളൂരി മാൽക്കോസ് എന്ന പുരോഹിതൻ്റെ ചേവകൻ അദ്ദേഹത്തിൻ്റെ ചെവി വെട്ടി താഴെ ഇട്ടപ്പോഴും ആ സ്പോട്ടിൽ യേശു ആ ചെവി അവിടെ എടുത്ത് വെച്ച് സൗഖ്യം കൊടുത്ത് ഒരു വലിയ നന്മയാണ് ചെയ്തത്. കരമടയ്ക്കാനില്ലാതിരുന്നപ്പോൾ കരമടയ്ക്കാനുള്ള നന്മ മത്സ്യത്തിൻ്റെ വായിൽ കരുതി കൊടുത്ത് നന്മയാണ് ചെയ്ത യേശു. ഇപ്പം നന്മ മാത്രം ചെയ്യുന്ന ഒരാളാണ് യേശു. എവിടുന്ന് വന്നതാണ് മനുഷ്യൻ്റെ അകത്ത് ചിന്താഗതി എന്നറിയത്തില്ല. യേശു തിന്മയ്ക്കായി ഒന്നും ചെയ്യില്ല, നന്മയ്ക്കായി സകലതും ചെയ്യുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, വിളിക്കപ്പെട്ടവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അപ്പം ദൈവം യേശുവിൻ്റെ കൂടെ ഇരുന്ന്, അതുകൊണ്ട് യേശു നന്മ ചെയ്തു. പിശാചു ബാധിച്ചവരെയൊക്കെ സൗഖ്യമാക്കിക്കൊണ്ട് സഞ്ചരിച്ചു. എന്നാൽ വേറൊരു വാക്യത്തിൽ യേശു പറയുകയാണ്, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ യേശു പറയുകയാണ്, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നത്. യേശു വന്നത് ജീവൻ തരുവാനും സമൃദ്ധിയായ ജീവൻ തരുവാനുമാണ്. എന്നാൽ വേറൊരാൾ ഇവിടെ ഉണ്ട്, വെട്ടേറ്റു വീണ ഒരാളിവിടെ ഉണ്ട്. അതാരാണ്? കള്ളൻ. സാത്താനെ കള്ളൻ എന്ന യേശു വിളിച്ചത്. അവൻ്റെ ജോലി എന്താണ്? മോഷ്ടിക്കുക, അറക്കുക, മുടിക്കുക, ഇല്ലായ്മ ചെയ്യുക, തകർത്ത് കളയുക, നിന്ദയാക്കുക, പരിഹാസമാക്കുക. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ചെയ്യുന്നത് ദൈവമല്ല, പിശാചാണ്. യേശു വന്നത് നിനക്ക് സമൃദ്ധി തരുവാനും സമൃദ്ധിയായ ജീവനെ തരുവാനും നന്മ തരുവാനുമാണ്. അതുകൊണ്ട് ഇനിയും നമ്മുടെ ദൈവത്തെ നാം തെറ്റിദ്ധരിക്കരുത്. യേശു നന്മ മാത്രം ചെയ്യുന്ന സ്നേഹമാണ്. യേശുവിനെ ഒന്ന് മുറുകെ പിടിച്ചേ, ആ യേശുവിലൊന്ന് വിശ്വസിച്ചേ, ഇന്ന് ജീവിതം നന്മയായി അവൻ നിറയ്ക്കും. സങ്കീർത്തനത്തിൽ അതല്ലേ പറയുന്നത്, നന്മയാൽ വായിക്കവൻ തൃപ്തിയെ തന്നു, നവ്യമാക്കുന്നു. അല്ലെ, എങ്ങനെ പാട്ടുകൾ പാടുന്നത്? നവ്യമാക്കുന്നു നിൻ ജീവിതമെന്ന്. ഹല്ലേലൂയ. ഇന്നത്തെ ജീവിതം യേശുക്രിസ്തുവിനാൽ നവ്യമാകട്ടെ. വായിക്ക് നന്മ കൊണ്ട് കർത്താവ് തൃപ്തി വരുത്തട്ടെ. ഗോഡ് ബ്ലെസ് യു.